കോഡർ ലൈഫ് അടിപൊളിയാണ്. എനിക്ക് സയൻസ് ഫീൽഡ് ഇഷ്ടമായിരുന്നു, പക്ഷെ അതേപോലെ തന്നെ കോർപ്പറേറ്റ് ലൈഫും ഇഷ്ടമായിരുന്നു. അപ്പൊ അതും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ട് വന്നപ്പോ എനിക്ക് ഞാന് BA ട്രിപ്പിൾ മെയിൻ ആണ്, ജേർണലിസം, ആനിമേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അതിനുശേഷം ഞാൻ ആക്യുറേറ്റില് കോഡിങ് പഠിച്ചു. അങ്ങനെ ഞാൻ കോഡിങ് സയൻസ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ നോൺ ലൈഫ് സയൻസ് ആണ്, പക്ഷെ എനിക്ക് സയൻസിനോട് ഒരു ഇഷ്ടം. അപ്പൊ ഞാൻ കോഡിങ് എടുത്തു. ഞാൻ ചൂസ് ചെയ്തതിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നി ആക്യുറേറ്റ്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കോളേജ് ലൈഫ് ആയിരുന്നു എനിക്ക് അവിടെ. കാരണം എന്താ പറയാ, അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ സ്റ്റാഫ്സും എല്ലാം അടിപൊളിയായിരുന്നു. ഓരോ പരിപാടിക്കൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അത് ആ ഒരു ലൈഫ് അടിപൊളിയായിട്ട് പോയി. CPC എക്സാമിൻ്റെതും പ്രിപ്പയറിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. കാരണം അവിടുത്തെ മോക്ക് ടെസ്റ്റ് കൊണ്ടാണ് ഞാൻ ബേസിക്കലി എനിക്ക് ഓരോരോ സ്റ്റെപ്പിൽ മാറ്റം വരുന്നതും എന്തൊക്കെയാണ് നടന്നത്, അതായത് ആദ്യത്തെ എക്സാമിൽ എങ്ങനെയായിരുന്നു മാർക്ക്, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ഓരോ വട്ടവും ഗ്രൂപ്പ് പറയുകയും നമ്മള് മോക്ക് ടെസ്റ്റിലൂടെ പറയുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നു. ഞാൻ ഏതൊക്കെ ഭാഗങ്ങളിൽ ക്ലിയർ ആക്കണം എന്നൊക്കെ. സോ ഇറ്റ് വാസ് സോ ഹെൽപ്പ്. ഈ CPC ആക്ച്വലി ഒരു ടഫ് എക്സാം ആണോ? ടഫ് അല്ല, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കുമല്ലോ, പക്ഷെ നമുക്കൊരു ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്ര ഒരു ടഫ് ആയിട്ട്, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യണം. കുറച്ചൊരു നമ്മളെ ഇൻട്രസ്റ്റും കൂടി ഇട്ടാൽ ഇറ്റ്സ് ഈസി ഫോർ us. എന്താ പറയാ, വി ആർ സോ ഹാപ്പി. താങ്ക് യു.